ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിന്നൊരു ചിലങ്ക മാലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, ചിലങ്കയുടെ ബീഡ്സ് വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ത്രെഡ് ആ വള്ളി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ വള്ളി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ മാക്രൈമിൻ്റെ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വള്ളി സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡോ ആങ്കർ ത്രെഡോ ഇതുപോലെ എടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടൊന്ന് പിരിഞ്ഞൊന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കട്ടി കൂട്ടിയെടുക്കാം, കുറച്ച് കൊടുക്കാം. അപ്പം എംബ്രോയ്ഡറി ത്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ല ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് പല പല കളേഴ്സിൽ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ആ ത്രെഡ് ഒന്ന് പിരിഞ്ഞൊന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ പിരിക്കാത്ത നമുക്ക് മാക്രൈമിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത്. അത് ഓൾറെഡി അത് പിരിഞ്ഞാണല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആണെങ്കിൽ ഞാൻ രണ്ട് സൈഡും ഇങ്ങനെ ഒരു കൊളുത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോരി പോലെ ഇങ്ങനെ, ഇപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞേക്കുന്നത് ഡോരി എന്നാണ്, ത്രെഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ഗിയർ വയറിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ ട്രഡീഷണൽ ടൈപ്പിലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനത്തെ മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലങ്കയുടെ മാല, ചിലങ്ക ബീഡ്സ് വെച്ചിട്ടുള്ള മാലയൊക്കെ. അപ്പോൾ അത് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയും വെസ്റ്റേൺ വിയറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ ടൈപ്പ് സെറ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് കരയൊക്കെയുള്ള അങ്ങനെ പല പല നിറത്തിലുള്ള കരയൊക്കെയുള്ള സാരിയൊക്കെ ഉണ്ടല്ലോ, സെറ്റ് സാരിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ നല്ലതാണ്. അപ്പം ഞാൻ ഇതുപോലെ ആ ഒരു ഡോരിയിലേക്ക് ഇതുപോലൊരു വലിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ ബീഡ് കുറച്ച് വലിയ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗോൾഡൻ കളറിലെ ചിലങ്ക ആയതുകൊണ്ട് കുറച്ച് നമുക്ക് സിൽവർ ഇടാൻ പറ്റത്തില്ലല്ലോ. സിൽവർ ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഒരു വുഡൻ ബീഡാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ഡോരി ഇതുപോലെ ആ ഒരു മണ്ടവശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഡോരിയുടെ ആ ഒരു ഇതിൽ കിടന്നോളും. എന്നിട്ട് ഞാൻ അതിൻ്റെ അടിവശത്തായിട്ട് ഗിയർ വയർ നമ്മൾ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ആണെങ്കിൽ ഇതുപോലെ ഗിയർ വയർ ആ ഹോളിൽ കൂടി ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. ഹോളിൽ കൂടി ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ട് അതിലേക്ക് ബീഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീഡ്സ് നമുക്ക് ഏത് ബീഡ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. നിങ്ങളുടെ ഗ്ലാസ് ബീഡ്സോ അല്ലെങ്കിൽ ചിലങ്കയുമായിട്ട് ബേസ് ചെയ്ത് വരുന്ന രുദ്രാക്ഷം ബീഡ്സോ, അതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും ബീഡ്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം മെറ്റീരിയൽ ഇപ്പോൾ ഈ ചിലങ്കയുടെ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മോത്തിയിൽ എനിക്കൊന്ന് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പീസിന് 10, ഇപ്പോൾ എനിക്കൊന്ന് ഒരു പീസിന് 10 രൂപ അങ്ങനത്തെ എങ്ങോട്ടോ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ അത്രയായിരുന്നു. അപ്പോൾ ചിലങ്ക എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രാസിൻ്റെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലങ്ക ഉണ്ടാക്കുന്നതിന് മേക്കിംഗ് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അച്ചിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അതിന് റേറ്റ് കൂടാനും സാധ്യതയുണ്ട്. അതിങ്ങനെ നമുക്ക് പീസ് റേറ്റിനാണ് ഞാൻ മോത്തിയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ മാല കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണോ മാല കെട്ടുന്നത് അതുപോലെ നമ്മൾ ഗിയർ വയർ എടുക്കുക, ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ബീഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ആംഗ്ലെറ്റുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്ക് വരുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത്. അല്ലാതെ ഞാനങ്ങനെ എടുക്കാറില്ല. ഇതിപ്പോൾ നമുക്കൊരു ഓർഡർ വന്നപ്പോൾ അതിനനുസരിച്ച് എടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ ഡോരി വെച്ചിട്ടുള്ള ഒരുപാട് മാലകളൊക്കെ പോവാൻ ചാൻസ് ഉള്ളതാട്ടോ. അതിപ്പം എക്സിബിഷൻസിനാണെങ്കിലും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിലും ബീഡ്സ് ടൈപ്പ് മാലകളെക്കാട്ടിലും കൂടുതലും നോർമലായിട്ട് സിമ്പിളായിട്ടുള്ള ഈ ത്രെഡിൻ്റെ മാലകൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടേതായ ഐഡിയയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തൊക്കെ വെറൈറ്റികൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ മാലകൾക്കൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മാലകളാണ്. ഇപ്പോൾ ചിലങ്ക എനിക്ക് തോന്നുന്നു ആമസോണിലും അവൈലബിൾ ആണ്. അതും ബീഡ്സ് വാങ്ങിക്കാൻ കിട്ടുക. ഈ വെള്ളിയും ഉണ്ടെന്ന് തോന്നുന്നു, വെള്ള കളറും ഉണ്ട്. വെള്ളി കളർ ഞാൻ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇത് എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ കോട്ടൻ്റെ ഒരു ത്രെഡ് ബീഡ് ഇട്ടു. ഈ ത്രെഡ് ബീഡ് മോത്തിയിലുണ്ട് കേട്ടോ, ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെന്താണ്, അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് പുതുതായിട്ടൊക്കെ, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ. അതൊക്കെ നമ്മൾ ചോദിച്ചെങ്കിലേ അവർ കാണിച്ചു തരത്തുള്ളൂ.
പിന്നെ നിങ്ങൾക്ക് എവിടെ ട്രസ്റ്റഡ് എവിടെയാണ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വാങ്ങിക്കാൻ എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു എറണാകുളം ബ്രോഡ്വേയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഞാൻ ബ്രോഡ്വേയിൽ പോയ ആർട്ടിൻ്റെ സാധനങ്ങൾ ഒത്തിരി ബ്രോഡ്വേയിലുണ്ടായിരുന്നു. പക്ഷെ ജ്വല്ലറി മേക്കിങ് എനിക്ക് അറിയത്തില്ല, ചിലപ്പം കാണുമായിരിക്കും. അപ്പം നമുക്ക് ഈ ഡോരി ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്ക് മാക്രേമിൻ്റെ ത്രെഡ് ഓൾറെഡി പിരിഞ്ഞാണ് വരുന്നത്. പക്ഷേ മാക്രേമിൻ്റെ ത്രെഡിനൊക്കെ ആ ഒരു വലിയ റോളിന് തന്നെ നല്ല റേറ്റ് ആട്ടെ. ഏകദേശം 500 മേപ്പോട്ടാണ് റേറ്റ് പോകുന്നത്. ഞാൻ ഇതുവരെ അത് വാങ്ങിച്ചിട്ടില്ല, പക്ഷെ എനിക്കിത് ഓൺലൈൻ വഴി ഇത് വാങ്ങിക്കണമെന്നുണ്ട്. നമുക്ക് ഉപകാരപ്പെടുന്ന കളേഴ്സ് എന്ന് വെച്ചാൽ ബ്ലാക്കും പിന്നെ മെറൂണ്, റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ നമുക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അല്ലാത്ത കളേഴ്സൊന്നും അങ്ങനെ നമുക്കങ്ങനെ വെള്ളയൊന്നും അങ്ങനെ ഇവിടെ അങ്ങനെ പോകത്തില്ല. പിന്നെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പം പോവുമായിരിക്കും, അറിയത്തില്ല. എന്നിട്ട് ഞാൻ 2 സൈഡും ഇങ്ങനെ കൂട്ടിക്കെട്ടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാല കെട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ ആണെങ്കിൽ ഒരുവിധം ട്രഡീഷണലായിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ മാലകളൊക്കെ ചിലപ്പം ഇഷ്ടപ്പെടും. ഇതിപ്പോൾ എൻ്റെ നിന്ന് വാങ്ങിച്ചത് ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്ത് കൊടുത്ത മാലകളാണ് ഇതെല്ലാം. പിന്നെ മോഡേണായിട്ട് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് വെസ്റ്റേൺ വിയറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നവരുണ്ടല്ലോ. വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ സാരിയുടെ കൂടെ ഒക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് കരയൊക്കെയുള്ള അതുപോലെ തന്നെ ഈ ബോർഡറൊക്കെ ആണെങ്കിൽ കളേർഡ് ആയിട്ടുള്ള കര വരുന്ന അങ്ങനത്തെയൊക്കെ ഉള്ള സാരിയുടെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റിൻ്റെ സാരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കിലുങ്ങുന്ന സൗണ്ട് കേൾക്കും, കാരണം നല്ല കിലുക്കമുള്ള സൗണ്ടാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പം ഈയിടയ്ക്കാണെങ്കിൽ എനിക്കൊരു 1.5 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ആംഗ്ലറ്റ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യാനാണെങ്കിലും ഞാൻ ആദ്യം വേറൊരു നോട്ട് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ റെഡ് കളർ ത്രെഡ് കാണാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ അടുത്ത് മുടി പിന്നുമ്പോൾ ജസ്റ്റ് ഒന്ന് പിന്നി കൊടുത്തു പോയത്. അപ്പം നമുക്ക് ത്രെഡാണെങ്കിൽ ആങ്കർ ത്രെഡും അതുപോലെ തന്നെ കോട്ടൺ കോഡും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത്രയും നമുക്ക് ഓർഡർ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നും യൂസ്ഫുൾ ആകുമെന്നും വിചാരിക്കും. ഇത് മറ്റ് ഈവിൾ ഐ ബീഡ് വെച്ചിട്ടുള്ള ചെലങ്ക ബീഡ്സും വെച്ചിട്ടുള്ള ആംഗ്ലറ്റ് ആണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ മാലകളൊക്കെ വേണ്ടവർ ഓർഡർ തരാനും മറക്കണ്ട. അപ്പം ഇങ്ങനത്തെ കുറേ മാലകൾ നമ്മൾ കുറേ പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസൈൻസാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ അതും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത് തരാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചിലങ്കമാല ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.